ലോകസ്ഥാപനത്തിന് മുമ്പേ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമ്മെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും ഈ അന്ത്യകാലത്ത് നാം നിമിത്തം വെളിപ്പെട്ടവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹാഭിവാദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. ഈ ആഴ്ചയുടെ ആരംഭ ദിവസം മുതൽ ഈ അവസാനത്തെ ദിവസം വരെ ദൈവം നമ്മെ അത്ഭുതകരമായി അവിടെ പരിപാലിച്ചതോർത്ത് സ്തോത്രം. കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ അടുത്ത ആഴ്ചയുടെ ആരംഭ ദിവസമായ നാളെ നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിലെ സഭായോഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ചയായിരിക്കും ഇനിയും നമ്മൾ ഇതിന് ശേഷം കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്കായിട്ട് ചേർന്ന് വരുന്നത്. അതുവരെയും അവിടെയായി ദൈവം നമ്മെ പരിപാലിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നാം എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിലാണല്ലോ ആയിരിക്കുന്നത്. നമ്മൾ നേരത്തെയും കണ്ടതുപോലെ പുതിയ നിയമത്തിൽ മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുണ്ടെന്ന് അധികം പേരും ചിന്തിക്കുന്ന പുസ്തകമാണ് ഈ എബ്രായ ലേഖനം. അതിൻ്റെ ഒരു കാരണം എബ്രായ ലേഖനത്തിലെ ഓരോ വാക്യത്തിലും അനവധിയായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുകയാണ്. അത് എവിടെ നിന്ന് തുടങ്ങണം, ഏതൊക്കെ വഴിയിലൂടെ പോകണം എന്നുള്ളത് വലിയ പ്രയാസമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഞാനും നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ പുസ്തകത്തിലേക്ക് ശ്രദ്ധിച്ച് ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം നേരിട്ടു. കാരണം എവിടെ തൊട്ടാലും കറണ്ട് അടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏത് വശത്തും ദൈവീക മർമ്മങ്ങളുടെ വലിയ കലവറകളാണ്. സ്തോത്രം. ആദ്യ പദം തന്നെ ഉദാഹരണം മലയാളത്തിലും ചില ഇംഗ്ലീഷ് ബൈബിളുകളിലും ദൈവം. ദൈവം, ആ ദൈവം എന്ന പദം, ആ പദത്തിൻ്റെ പിൻപിലുള്ള ആളത്വം, ആ ആളത്വത്തിൻ്റെ മഹിമ, ദൈവം എന്ന ആളത്വത്തിൻ്റെ ഉത്കൃഷ്ടത, ദൈവം എന്ന ആളത്വത്തിൻ്റെ തുല്യമില്ലായ്മ അഥവാ നിസ്തുലത, ഇതൊക്കെ ഏറെ പ്രസ്താവ്യമായ കാര്യങ്ങളാണ്. സ്തോത്രം. എന്നാൽ നമ്മൾ അതിൻ്റെ വിശാലതകളിലേക്കൊന്നും പോകാതെ വളരെ പുറത്തുനിന്ന് ഉപരിതലത്തിൽ മാത്രം നിന്നുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും യാത്ര ചെയ്യുകയായിരുന്നു. ദൈവം, രണ്ടാമത്തെ പദം പണ്ട്, പിന്നെ ഓരോ പദങ്ങളും എടുത്ത് പഠിക്കാനായിട്ടുള്ളതാണല്ലോ. ഭാഗമായി നാം അതേക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. 1, 2, 3 വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചിട്ട്. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന് നമുക്ക് തൽക്കാലം അങ്ങ് പറഞ്ഞു നിർത്താം. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ലെങ്കിലും നമ്മുടെ പഠനത്തിന് വേണ്ടി അങ്ങനെ നമുക്കങ്ങ് നിർത്താം. സ്തോത്രം. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ എബ്രായ ലേഖനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്നു. മനസ്സിലാക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. വേഗത കൂടുന്നുണ്ടെങ്കിലും പറയണം. സ്തോത്രം. അല്പം സ്പീഡ് കൂടിയ പോലെ തോന്നുന്നു അല്ലേ? വേറെയും നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, വേറെയും ചിലർ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചത്. ആ ഒരാൾക്ക് അല്ലെങ്കിൽ ചിലർക്ക് മാത്രം തോന്നിയതാണോ? എന്തോ ഞാനും കിടന്ന് ഓടേണെന്ന് ക്ലാസിന്റെ ഒപ്പം. ആണോ? ശരി ശരി ശരി. എന്നാൽ അല്പം കൂടെ വേഗത കുറയ്ക്കാം. അല്പം കൂടെ വേഗത കുറയ്ക്കാം. നിങ്ങൾ ക്ലാസ്സിനിടയിലായാലും പറഞ്ഞാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ വേറെ ഔപചാരികതകളൊന്നുമില്ല. നമുക്ക് കർത്താവിൻ്റെ വരവിന് താമസമാണെങ്കിൽ ആവോളം സമയമെടുത്ത് തന്നെ പഠിക്കാം. സ്തോത്രം. നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ ചിന്തിച്ചത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാണുമായിരിക്കുമല്ലോ. തൃത്വ വിഷയത്തിൽ നമ്മൾ ദൈവം എന്ന വിഷയം പഠിച്ചത് കൊണ്ടാണ് അത് നമ്മൾ വിശദമാക്കാതെ പോയത്. ആ തൃത്വം എന്ന വിഷയത്തെക്കുറിച്ചുള്ള അന്നത്തെ തുടക്കത്തിൻ്റെ ക്ലാസ്സുകൾ കേട്ടാൽ ആ ഭാഗം നമുക്ക് മറയ്ക്കാവുന്നതേ ഉള്ളൂ. ദൈവം പണ്ട്, ആ പണ്ടിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടു. ദൈവം തന്നെ വെളിപ്പെടുത്തിയ വിവിധമായ മാർഗങ്ങൾ. അതിൽ ഏറ്റവും ആദ്യം ദൈവം തന്നെ വെളിപ്പെടുത്തിയത് പ്രപഞ്ചത്തിലൂടെയാണെന്ന് റോമാലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങളിലൂടെ കാണുകയുണ്ടായി. 19-ാമത്തെ സങ്കീർത്തനത്തിലും നമ്മളത് കാണുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അതിൻ്റെ അർത്ഥം ആകാശവും ഭൂമിയും പക്ഷിമൃഗാദികളുമൊക്കെ ദൈവത്തെ പാടി സ്തുതിക്കുന്നു എന്നൊന്നും അല്ല. നമ്മുടെ മലയാളത്തിൽ ഒരു പ്രഭാത ഗീതമുണ്ട്. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നു. പക്ഷിഗണങ്ങൾ ഉണർന്ന് സ്രഷ്ടാവിനെ പാടി സ്തുതിക്കുന്നു എന്ന് ഒരു രീതിയിൽ, അതായത് പക്ഷിമൃഗാദികൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും അതിനെ മനസ്സിലാക്കാറുണ്ട്, ആ പാട്ടിനെ. എന്നാൽ പക്ഷിമൃഗാദികൾ അല്ലെങ്കിൽ പക്ഷികൾ നന്നാ കാലത്തെ ഉണർന്നു.
അവ പാട്ടുപാടിയിടുന്നു എന്നേ ഉള്ളു കേട്ടോ. അവ പാടി ദൈവത്തെ സ്തുതിക്കുന്നു എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പാട്ടുകാരൻ പറഞ്ഞതും പക്ഷിഗണങ്ങൾ ഉണർന്നു പാട്ടുപാടിയിടുന്നു. അതെ, അവര് പാട്ട് പാടുകയാണോ, കരയുകയാണോ, കലവില കൂടുകയാണോ എന്തോ, അവരൊക്കെ ഉറക്കം വിട്ട് ഉണർന്നു. അതുകൊണ്ട് നീയും എഴുന്നേൽക്കുക, കിടക്ക വിട്ട് എഴുന്നേൽക്കുക എന്നാണ് പാട്ടുകാരന്റെ ആഹ്വാനം. സങ്കീർത്തനക്കാരൻ പറയുന്നത് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എന്ന് വെച്ചാൽ വാക്കുകളുമില്ല, ഭാഷണങ്ങളുമില്ലാതെ, ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ജീവനില്ലാത്ത ഈ പ്രപഞ്ചം, ജീവനില്ലാത്ത ഈ സൃഷ്ടികൾ സ്രഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്നു. സ്രഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെ? അവ മൂകസാക്ഷികളായി നിന്നുകൊണ്ട്. സ്തോത്രം. ഇപ്പോൾ തന്നെ ലോക അത്ഭുതങ്ങളിൽ, ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ്, ഓക്കെ, ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണല്ലോ താജ്മഹൽ. ഞാൻ പലതവണ പോയിട്ടുണ്ട്. ആ പട്ടണത്തിലായിരുന്നു ഞാൻ 4 വർഷം താമസിച്ചിരുന്നത്. ആ സമയത്ത് ധാരാളം പേര് എൻ്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. താജ്മഹൽ കാണാൻ വേണ്ടി വരുന്നവരും അല്ലാതെ എൻ്റെ അടുക്കൽ വന്നിട്ടുള്ളവരും. ഈ 2 കൂട്ടരെയും കൊണ്ട് ഞാൻ പലതവണ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ശുശ്രൂഷിച്ച സഭയിലെ ഒരു അച്ചായന് താജിലായിരുന്നു ജോലി. അതുകൊണ്ട് ടിക്കറ്റ് പോലും എടുക്കാതെ എനിക്ക് അദ്ദേഹത്തോടൊപ്പം, ടിക്കറ്റും അന്ന് 2 രൂപ 5 രൂപയും കണ്ടേ ഉള്ളൂ, എന്നാൽ അത് വീണ്ടും എടുക്കാതെ തന്നെ ഇദ്ദേഹത്തോടൊപ്പം എനിക്ക് അകത്ത് പോകാമായിരുന്നു. ധാരാളം പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴൊക്കെ താജ്മഹൽ നമ്മളോട് വേറെ ഒന്നും പറയുന്നില്ല, വാക്കുകളും ഭാഷണങ്ങളും ഒന്നുമില്ല. അത് ഉണ്ടാക്കപ്പെട്ട കാലത്തെ മനോഹാരിതയൊന്നുമില്ല, അവിടെ പതിപ്പിച്ചിരുന്ന രത്നങ്ങളൊന്നും ഇന്നവിടെ ഇല്ല. എന്നാലും അതിൻ്റെ പണികൾ, അത് പണിയിപ്പിച്ച ചക്രവർത്തിയെയും മുഗൾ ചക്രവർത്തിയുടെ കൽപ്പനപ്രകാരം ഇത്ര മനോഹരമായി പണിത ശില്പികളെ, കലാകാരന്മാരെയുമൊക്കെ നമ്മൾ ഓർത്തുപോകും. അവരുടെ കഴിവുകളെ നമ്മൾ ശ്ലാഘിച്ചു പോകും. സ്തോത്രം. താജ്മഹൽ ഒന്നും പറയുന്നില്ല, പക്ഷെ അത് കാണുന്നവർക്ക് അതിൻ്റെ ആ മനോഹാരിത, അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച ബുദ്ധിശക്തികളെ, അതിൽ പണിക്ക് വേണ്ടി ഇറങ്ങിയ ശില്പികളെയൊക്കെ അത്ഭുതത്തോടെ ഓർക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. ഇതുപോലെ പ്രപഞ്ചം മുഴുവനും കാണുമ്പോൾ സ്രഷ്ടാവിനെ കാണുന്നവരൊക്കെ ഓർത്തുപോകുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹൗ ഗ്രേറ്റ് യു ആർ. സ്തോത്രം. കർത്താവ് എത്രയോ മഹത്വമുള്ളവൻ നമ്മൾ പാടാറുണ്ടല്ലോ. സ്തോത്രം. So we were discussing about initially God. Initially we were discussing about God, but we very simply read out a definition given by Westminster Catechism while stating the creed of faith.
We did not discuss it in very much wide manner because we had done it when we learned about the Trinity. If you can go back and listen to those recordings, you can understand about that. And therefore, we did not stand over there to describe God elaborately. Then we came to God in the old past. That old past means when God began to reveal himself, especially to humanity. God revealed his majesty. God revealed his person. God revealed his manifold wisdom. God revealed his purposes to the whole creation, especially to two kinds of creations. ദൈവം തൻ്റെ മഹത്വവും ആളത്വവും അസ്തിത്വവും തേജസ്സും ശക്തിയും ഉദ്ദേശങ്ങളും ജ്ഞാനവും സ്നേഹവും ഒക്കെ വെളിപ്പെടുത്തി കേട്ടോ. മനസ്സിലായോ? ദൈവം തൻ്റെ മഹത്വം, ഹിസ് മാജസ്റ്റി, ഹിസ് പേഴ്സൺ, തൻ്റെ ആളത്വം, സ്തോത്രം, or his being, rather be, and then his person or personality, തൻ്റെ വ്യക്തിത്വം, ഗ്ലോറി, മഹത്വം, ലവ്, സ്നേഹം, മാനിഫോൾഡ് വിസ്ഡം, ബഹുവിധമായ ജ്ഞാനം, ഹിസ് യുണീക്നെസ്, നിസ്തുലത, സ്തോത്രം, എക്സിസ്റ്റൻസ്, തൻ്റെ ആസ്തിക്യം, പർപ്പസസ്, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, ഇവയെല്ലാം ദൈവം വെളിപ്പെടുത്തി. ആർക്കൊക്കെയാ ദൈവം വെളിപ്പെടുത്തിയത്? രണ്ടു തരം സൃഷ്ടികൾക്ക്. God revealed all these things of himself to two kinds of creations. രണ്ട് തരത്തിലെ സൃഷ്ടികൾക്കാണ് ഇവയെല്ലാം ദൈവം വെളിപ്പെടുത്തിയത്. അതിൽ ഒരു കൂട്ടരെ കുറിച്ചാണ് ഇവിടെ എബ്രായർ 1:1 പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത ശേഷം ഇപ്പോൾ നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വിധമായ വെളിപ്പാടുകളെല്ലാം ദൈവം നൽകിക്കൊടുത്ത ഒരു വിഭാഗം സൃഷ്ടി എന്ന് പറയുന്നത് നമ്മളാണ്, എന്ന് വെച്ചാൽ മനുഷ്യവർഗമാണ്. God revealed himself to two spheres of creation, and the first one is humanity, as the writer of Hebrews says in Hebrews 1:1. God spoke to our fathers and then now to ourselves. That means to humanity, God revealed himself. ദൈവം മനുഷ്യന് തന്നെ വെളിപ്പെടുത്തി. അതാണ് എബ്രായർ 1:1 വാക്യത്തിൽ എഴുത്തുകാരൻ പറയുന്നത്. ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, തൻ്റെ ആസ്തിക്യം,
എന്നിവയെല്ലാം ദൈവം വെളിപ്പെടുത്തി. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ചൂടുവെള്ളം കുടിക്കുന്നത് ക്ഷമിക്കണേ. ഇഷ്ടമില്ലാത്തതാണെങ്കിലും അല്പം ഒരു സുഖത്തിന് വേണ്ടി കുടിച്ചു പോകുന്നു. അപ്പൊ ദൈവം മനുഷ്യനാണ് തന്നെ തന്നെ ആദ്യം വെളിപ്പെടുത്തി കൊടുത്തത്. അതാണ് ഇവിടുത്തെ പ്രതിപാദ്യം. അത് ദൈവം അങ്ങനെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങിയത് സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെയെന്ന് റോമർ 1:20-21 കൂടെ നമ്മൾ കണ്ടു. So we saw from Romans 1:20 and 21, God began to manifest all these things about God even before the creation, even before the creation of humanity, from the very beginning of time, through the nature, through the creation. That's why Psalmist also said in 19:1, Psalms 19:1, what does the heavens do? What does the firmament do? They declare the glory of the glory of God. They declare the glory of God. How? They are non-living things. They don't have life nor spirit. Then how this universe, how this creation declare God's glory? Simply as the Taj Mahal declares the wisdom of Shah Jahan, emperor, the love of the emperor for his queen. Simply the structure of Taj Mahal, one of the 7 world wonders, simply without any word or sound declare the abilities, the wisdom of the Shilpis, the masons, the one who constructed it. In the same way, the firmament, the skies, the heavens, the whole of the universe simply declare the wisdom and might of the Creator. They are not shouting any sound. അപ്പം ഈ സൃഷ്ടികളൊക്കെ അങ്ങനെ തന്നെ നിന്നതിൻ്റെ മനോഹാരിതയാൽ, അതിൻ്റെ ശരിയായ നിലപാടിനാൽ എന്ത് ചെയ്യുന്നു? സ്രഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്നു. അത് താഴെ പറയുന്നുണ്ട്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവം. സ്തോത്രം. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും എന്താ ഇതുവരെ നമ്മുടെ ആരുടെയും തലയ്ക്ക് വീണിട്ടില്ലാത്തത്? സ്തോത്രം. ഇത്രയും മുട്ടൻ ആകാശം എന്താ ഇതുവരെ ഇടിഞ്ഞു വീണിട്ടില്ലാത്തത്? നമ്മുടെ കേരളത്തിലെ ഹൈവേയോടനുബന്ധിച്ചുള്ള വഴികളുമൊക്കെ കണ്ടില്ലേ, എത്ര പ്രാവശ്യമായി ഇടിഞ്ഞു വീണത്? എത്രയടി താഴ്ചയിലാണ് അവയൊക്കെ കുഴിഞ്ഞുപോയത്? എത്ര വിദഗ്ധന്മാരായ എഞ്ചിനീയേഴ്സും മറ്റും അതിൻ്റെ പിന്നണിയിലുണ്ട്. എന്നിട്ടും എത്രയോ വലിയ വീടുകളും പാലങ്ങളും പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പണിക്കാരുടെ മുകളിൽ തന്നെ വീഴുന്നു.
യാത്രക്കാർക്ക് മുകളിൽ വീഴുന്നു. എന്നാൽ ഇത്രയും വിശാലമായി മുട്ടൊന്നും കൊടുക്കാതെ, സപ്പോർട്ട് ബീമൊന്നും കൊടുക്കാതെ, കോളമൊന്നും കൊടുക്കാതെ പണിത് വെച്ചിരിക്കുന്ന ആകാശം എന്താ ഇതുവരെ ഇടിഞ്ഞു വീഴാഞ്ഞത്? ഓസോൺ പാളിയൊക്കെ കീറിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നു. അതൊക്കെ നമ്മുടെ കയ്യിലിരിപ്പോണ്ട് പറ്റിയതാ, അതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഉത്തരം ഒന്നേ ഉള്ളൂ, സകലത്തെയും ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു വീഴാതെ നിൽക്കുന്ന, ട്രാഫിക്കൊന്നും തെറ്റിക്കാതെ കൃത്യമായ ദൂരത്തിലും വേഗതയിലും അനുസ്യൂതം യാത്ര ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും മറ്റും ദൈവം അവയ്ക്കാക്കി വെച്ച താരാപഥങ്ങളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് സ്രഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ ദൈവം ആദ്യം തന്നെ ഈ നിലയിൽ വെളിപ്പെടുത്തിയത് മനുഷ്യജാതിക്കാണ്. അതിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പരമമായ വെളിപ്പാട് ആരിലൂടെയാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ അന്തിമവും പരമവുമായ വെളിപ്പാടെന്ന് പറഞ്ഞത്. ഇനി രണ്ടാമതൊരു സംഗതിയുണ്ട്. ദൈവം തന്നെ വെളിപ്പെടുത്തിയ രണ്ടാമത്തെ ഒരു വിഭാഗം ആർക്കാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോ. എഫേസ്യർക്കുള്ള പൗലോസിന്റെ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. എഫേഷ്യൻസ് 3:10-11. കിട്ടിയില്ലേ ആർക്കും? To the intent that now unto the principalities and powers in heavenly places might be known by the church the manifold wisdom of God, according to the eternal purpose which he purposed in Christ Jesus our Lord. Praise God. There we see the second group of creation, whom God revealed himself. All those things already we have said. The manifold wisdom of God might be made known to the principal offices and the positions of authority in the heavenly things through the church, according to the purpose of the ages which he made in Christ Jesus our Lord. അവിടെ ആർക്കാ ദൈവം തൻ്റെ മഹത്വത്തെ, മുമ്പേ നമ്മൾ പറഞ്ഞ എല്ലാറ്റിനെയും കൂടെ കൂട്ടിച്ചേർത്ത് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ദൈവസഭയ്ക്ക്. ആ സഭ മുഖാന്തരമാ മറ്റാർക്കോ വെളിപ്പെട്ടു വരുന്നത്. Principalities and powers. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും, principalities, authorities, powers in heavenly places. സ്തോത്രം. മനുഷ്യൻ ഒഴികെയുള്ള ദൂതന്മാരുൾപ്പെടുന്ന
ദൂതന്മാരും സാത്താന്യ സാമ്രാജ്യങ്ങളും ഉൾപ്പെടുന്ന സൃഷ്ടികൾക്ക് ദൈവം തൻ്റെ മഹത്വത്തെയും ശക്തിയെയും ഒക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അവയ്ക്കൊക്കെ എന്തിനാ ദൈവം തൻ്റെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്? ഇപ്പോൾ രണ്ട് സൃഷ്ടിപരമായ വിഭാഗങ്ങൾക്ക് ദൈവം തൻ്റെ വെളിപ്പാട് നൽകി എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിനെ ഒന്നും കൂടെ മനസ്സിലാക്കാൻ 3 എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, മനുഷ്യൻ, മാനവജാതി. 2, സ്വർലോകങ്ങളിലുള്ള വിശുദ്ധ ദൂതന്മാർ എന്ന് നമുക്ക് ചിന്തിക്കാം. 3, വീണുപോയ ദൂതന്മാർ അല്ലെങ്കിൽ സാത്താനും കൂട്ടരും. ഈ 3 വിഭാഗങ്ങൾക്കാണ്, ഒടുവിലത്തെ 2 വിഭാഗങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്താൻ നമ്മൾ ആദ്യം 2 പറഞ്ഞത് കേട്ടോ. ആ 2 പറഞ്ഞ രണ്ടാമത്തേതിനെ നമ്മൾ ഒന്നും കൂടെ 2 ഇപ്പോൾ മനസ്സിലാക്കാൻ കുഴപ്പമില്ലല്ലോ. സ്തോത്രം. Majorly speaking, God revealed himself to 2 particular creatures or group of creatures. 1, humanity, and 2, heavenly beings. And we again divided the heavenly beings into 2, the holy angelic beings and the fallen angels. നമ്മൾ ആദ്യം പറഞ്ഞു, പ്രധാനമായും ദൈവം തൻ്റെ വെളിപ്പാട് നൽകിയത് 2 സൃഷ്ടിപ്പിന്റെ മേഖലകളിലാണ്. 1, മനുഷ്യജാതി. 2, സ്വർഗീയ ജീവികൾ അല്ലെങ്കിൽ ആത്മജീവികൾ അല്ലെങ്കിൽ ആത്മലോകത്തെ ജീവികൾ. നമ്മൾ ആത്മലോകത്തെ ജീവികളെ വീണ്ടും 2 ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതന്മാർ എന്നും 2, വീണുപോയ ദൂതന്മാർ എന്നും. വ്യക്തമാണോ ഇതുവരെ? എന്തെങ്കിലും വ്യക്തമാകാനുണ്ടോ? മൗനത്തിൽ നിന്ന് സംശയമില്ലെന്ന് കരുതിക്കോട്ടെ. ഓക്കെ, സ്തോത്രം. അപ്പോൾ മനുഷ്യൻ ഒഴികെയുള്ള ആത്മലോകത്തിലെ ജീവികൾക്ക് അവയ്ക്കും ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അവയ്ക്കും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നാം മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് മനുഷ്യന് ഇത് വെളിപ്പെടുത്തിയത്? 2, ദൂതന്മാർക്ക് ഇത് വെളിപ്പെടുത്തിയത്. 3, വീണുപോയ ദൂതന്മാർക്ക് അഥവാ സാത്താനും സംഘത്തിനും ഇത് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, മനുഷ്യന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് നാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച്, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ മാത്രം ദൈവമെന്ന് മനസ്സിലാക്കി അവനെ മഹത്വീകരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തെ മാത്രം ദൈവമെന്ന് മനസ്സിലാക്കി ദൈവത്തിന് അർഹമായ എല്ലാ മഹത്വവും അനുസരണവും ആരാധനയും ഒക്കെ
നമ്മൾ ദൈവത്തിന് നൽകണം, ദൈവത്തെ അനുസരിക്കണം എന്ന ഉദ്ദേശമാണ് ദൈവം തന്നെ തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയതിന് പിന്നിൽ. God revealed himself to man that humanity may know God, the true God, and acknowledge him and him alone, and give him the glory that is due to him. That the humanity may obey him duly and him alone. ദൈവം മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് നാം സത്യദൈവത്തെ മാത്രം ദൈവം എന്ന് അറിയുവാൻ, അവനെ മാത്രം ആരാധിപ്പാൻ, അനുസരിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അവനോട് മാത്രം ചേർന്നിരിക്കുവാൻ ഒക്കെയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് അവനോട് മാത്രം പറ്റിയിരിക്കണം. ആ ദൈവത്തിന് തക്കയോഗ്യമായ മഹത്വം നാം അർപ്പിക്കണം. ഇതൊക്കെയാണ് ദൈവം മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തിയതിന്റെ പിൻപിലെ ഉദ്ദേശം. കാരണം സത്യദൈവത്തെ അറിയാതെ ദൈവമല്ലാത്തവയ്ക്ക് മനുഷ്യൻ ഗലാത്യർ 4:8 ഗലേഷ്യൻസ് 4:8. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയാണിത്. എന്താ? ദൈവത്തെ എന്ന് വെച്ചാൽ സത്യദൈവത്തെ അറിയാതിരുന്നു. അതുകൊണ്ടോ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. അങ്ങനെ സത്യദൈവത്തെ അറിയാതെ ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ച് ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ട് ദൈവമല്ലാത്തവയെ ആരാധിച്ച് അനുസരിച്ച് മഹത്വപ്പെടുത്തി ജീവിച്ച അവസ്ഥയിൽ നിന്ന് നമ്മൾ സത്യദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തെ മാത്രം ആരാധിച്ച് മഹത്വപ്പെടുത്തി അനുസരിച്ച് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് മനുഷ്യന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. യോഹന്നാൻ 4-ാം യേശു കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ശമരിയക്കാര് ഹാഫ് ജ്യൂസ് ആയിരുന്നു, പകുതി യഹൂദന്മാരാ. എന്നിട്ടും കർത്താവ് അവളോട് പറഞ്ഞു, നിങ്ങൾ ശമരിയക്കാർ എന്താ ചെയ്യുന്നേ? അറിയാത്തതിനെ നമസ്കരിക്കുന്നു. അറിയാത്തതിനെ നമസ്കരിക്കുന്നു. ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അറിയുന്നതിനെ നമസ്കരിക്കുന്നു. സ്തോത്രം. ശമരിയക്കാരി പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നു ദൈവത്തെ നമസ്കരിക്കേണ്ടത് യെരുശലേമിലാണെന്ന്, പക്ഷേ ഞങ്ങൾ എവിടെയാ? ഈ മലയിൽ ദൈവത്തെ ആരാധിച്ചു വന്നു.
നമ്മള് പലരും അത് പറയുമ്പം അതിന്റെ താഴെ കർത്താവ് പറഞ്ഞ കാര്യം ഇങ്ങനെ പറയാറുണ്ട്, ആ മലയിലും അല്ല ഈ മലയിലും അല്ല എന്നല്ലേ. ബൈബിൾ ക്യൂസിനൊക്കെ ചിലപ്പോൾ ചോദിക്കുന്ന തെറ്റിക്കാൻ. സ്തോത്രം. അപ്പം അന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് സ്ഥലം ഒരു പ്രധാന ഘടകമായിരുന്നു. സ്ഥലത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ദൈവത്തെ അറിയാതിരുന്ന കാലത്ത്, അറിയേണ്ടതുപോലെ അറിയാതിരുന്ന കാലത്ത് സ്ഥലത്തിനും രീതികൾക്കുമൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ സത്യദൈവത്തെ സത്യമായും അറിഞ്ഞു കഴിഞ്ഞപ്പോഴോ അങ്ങനെയെല്ലാമുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി. അപ്പോൾ ദൈവം തന്നെ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. ഇത്രയും വ്യക്തമാണോ? ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ശരി. ഇനി വിശുദ്ധ ദൂതന്മാർക്ക് എന്തിനാ ദൈവം ഇതൊക്കെ വെളിപ്പെടുത്തിയത്? വിശുദ്ധ ദൂതന്മാർക്ക് ദൈവത്തെ വെളിപ്പെടുത്തിയത്, വിശുദ്ധ ദൂതന്മാർക്ക് ദൈവത്തെ അറിഞ്ഞുകൂടായിരുന്നോ? ദൈവത്തോടു കൂടെയാണ്, ദൈവത്തിന്റെ സ്വർഗത്തിലാണ് ഈ വിശുദ്ധ ദൂതന്മാർ എല്ലാവരും എന്ന് വരികിലും ദൈവത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും അവർക്കറിയാമായിരുന്നോ? നിങ്ങളും ഒന്ന് കൂടെ വന്നേരെ. സ്തോത്രം. ദൈവത്തിന്റെ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വസിച്ചു വന്ന ദൂതന്മാർക്ക് എന്തേ ദൈവത്തിന്റെ ഈ പറയപ്പെട്ട എല്ലാ മഹത്വവും സ്വഭാവവും അറിയാമായിരുന്നുവോ? ഇല്ല. ഇല്ല, അറിയില്ലായിരുന്നു. അവരുടെ സൃഷ്ടി മുതൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവരായിരിക്കുന്നു. അവർ ദൈവത്തെ പല നിലകളിൽ മഹത്വപ്പെടുത്തുന്നു. വാക്കുകൾ കൊണ്ട് പരിശുദ്ധൻ 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 എന്ന് കവിണ്ണ് വീണ് നമസ്കരിച്ചുകൊണ്ട് ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. എങ്കിലും അവർക്ക് ദൈവത്തിന്റെ ആളത്വത്തെ, ദൈവത്തിന്റെ സ്വഭാവത്തെ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ, ദൈവത്തിന്റെ സ്നേഹത്തെ ഒരിക്കലും അറിഞ്ഞുകൂടായിരുന്നു. സ്തോത്രം. എന്നാൽ അവർക്കൊക്കെ, സ്വർഗീയ ജീവികൾക്ക് ദൈവം തൻ്റെ മഹത്വത്തെ, ജ്ഞാനത്തെ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പട്ടികയുണ്ടല്ലോ, അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നത് ദൈവത്തെ സ്വയം വെളിപ്പെടുത്തിയത്. അപ്പോൾ ദൈവം ഈ സ്വർഗീയ ജീവികൾക്ക് തന്നെത്താൻ വെളിപ്പെടുത്തിയത് ആരിലൂടെയാണ്? വന്നാട്ടെ, പറഞ്ഞു. സ്തോത്രം. സഭ മുഖാന്തരവാ, നമ്മിലൂടെയാ. അതാണ് നാം എഫെസ്യ ലേഖനത്തിൽ വായിച്ചത്. സഭ മുഖാന്തരം അറിവായി വരുന്നു. ഒന്നും കൂടെ 10-11 വായിച്ചോ. എഫെസ്യർ 3:10-11 ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച
അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. സ്തോത്രം. ദൈവം തന്നെ തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയത് ആദിമകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖാന്തരവും അന്തിമകാലത്ത് പുത്രൻ മുഖാന്തരവും. എന്നാൽ ദൈവത്തെ സ്വർഗീയ ജീവികൾക്ക് ദൈവം പൂർണ്ണമായും വെളിപ്പെടുത്തുന്നത് സഭ മുഖാന്തരം. ആ സഭയുടെ രൂപീകരണത്തിന് കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശ്, ക്രിസ്തുവിൽ നിവർത്തിച്ച ദൈവത്തിന്റെ അനാദി നിർണയം. ഈ കാര്യങ്ങളൊക്കെ ദൈവം എന്ന് തന്നെ നിർണയിച്ചു കഴിഞ്ഞിരുന്നു അനാദിയിൽ. എന്നാൽ ആരോടെങ്കിലും, കൂടെ നിൽക്കുന്ന ദൂതന്മാരോട് തന്നെ ആരോടെങ്കിലും കർത്താവ് പറഞ്ഞിരുന്നോ ഈ കാര്യം? ഗബ്രിയേലിനോട് പറഞ്ഞായിരിക്കും അല്ലേ? ഇല്ല. ദൈവത്തിൽ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം. 9-ാമത്തെ വാക്യം, എഫേസ്യർ 3:9. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ. സ്തോത്രം. കണ്ടോ? സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ. സദാസമയം ദൈവം മുമ്പാകെ നിൽക്കുന്ന, ഉറക്കവും വിശ്രമവും ഒന്നും വേണ്ടാത്ത, ഉറക്കവും വിശ്രമവും ചെയ്യാത്ത ദൂതന്മാരോട് ആരോടും ദൈവം ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. സ്തോത്രം. അവർ അറിഞ്ഞിരുന്നത് ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈ കാണുന്നവയെല്ലാം ദൈവമേ അങ്ങയുടെ സൃഷ്ടി. ഈ 2 കാര്യങ്ങളെ അവർക്കറിയാമായിരുന്നുള്ളൂ. അത് വച്ച് അവർ ദൈവത്തെ നിരന്തരം സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും വന്നു. പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ, മനുഷ്യനായി ജഡമെടുത്തപ്പോൾ, സ്വർഗീയ മഹത്വത്തെ ഉരിഞ്ഞു വെച്ചപ്പോൾ ദൂതന്മാർക്ക് അതൊന്നും മനസ്സിലായില്ല. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നൊക്കെ ഗബ്രിയേലും ദൂതന്മാരുമൊക്കെ വന്ന് പാടുകയും യോസേഫും മറിയയും ഉൾപ്പെടെ ഉള്ളവരോടൊക്കെ അറിയിക്കുകയും ചെയ്തെങ്കിലും അതിൻ്റെ ഒന്നും വസ്തുതകൾ അവർക്കറിയില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ദൂതന്മാർക്ക് പോലും ദൈവം ഈ ചെയ്ത യേശുക്രിസ്തുവിലൂടെ നിവർത്തിച്ച കാര്യങ്ങളുടെ ഒരു അറിവ്, തിരിച്ചറിവ്, ബോധ്യമുണ്ടായത് ആരിലൂടെയാണ്? സഭയിലൂടെ, നമ്മിലൂടെയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, to increase their awe towards God. ദൈവത്തോടുള്ള അവരുടെ ഭയഭക്തി വർദ്ധിക്കുവാൻ. സ്തോത്രം. സ്വർഗത്തിൽ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി മുഴങ്ങിക്കേട്ടിരുന്ന പാട്ടിന് ഇപ്പോൾ വ്യത്യാസം വല്ലതും ഉണ്ടോ? Is there any change, any transition in the song that echoed in heavens for centuries and millenniums, from the very beginning of creation? Is there any transition? സ്വർഗത്തിൽ ദൂതന്മാര് പാടുന്ന പാട്ടിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ?
യെസ്. നാം വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളിലെ കാര്യം കണ്ടു. 4-ാം അധ്യായത്തിൽ അവർ പാടിയിരുന്നത് സർവശക്തിയുള്ള ദൈവം പറഞ്ഞു പരിശുദ്ധൻ 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 എന്നായിരുന്നു. എന്നായിരുന്നു. അത് നമ്മൾ അങ്ങ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700-ഓളം വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ 6-ാം അധ്യായത്തിലും കേട്ട അതേ പാട്ടാ. എന്നാൽ വെളിപ്പാട് 5-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം ആ സപ്തം മുദ്രിതമായ പുസ്തകം വാങ്ങാൻ യോഗ്യനാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാട്ടിന്റെ പല്ലവികൾക്ക് വ്യത്യാസം വന്നില്ലേ? സ്തോത്രം. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. അതിനു മുമ്പ് നീ യോഗ്യൻ അല്ലേ? നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. പിന്നെ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. കണ്ടോ, തേർഡ് പേഴ്സണിലാണ് അവർ പാടുന്നത്. ഞങ്ങളെ എന്നല്ല, അവരെ എന്നവർ പാടുന്നു. അപ്പോഴും ആ പാട്ടിന് വ്യത്യാസം വന്നു. സ്തോത്രം. ആ വ്യത്യാസം ദൂതന്മാരുടെ ഗാനത്തിൽ, കൊയറിൽ ഉണ്ടായത് ആര് നിമിത്തമാ? കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവം നിവർത്തിച്ച അനാദി നിർണയപ്രകാരം. ബാക്കി സഭ മുഖാന്തരം. കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം ദൂതന്മാർക്ക് ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, മഹത്വം, ശക്തി, ബഹുവിധ ജ്ഞാനം തുടങ്ങിയവ മനസ്സിലായി. അപ്പോൾ അവർ പഴയ പല്ലവി മാത്രം പരിശുദ്ധൻ 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 എന്ന് മാത്രം പാടാതെ അവർ പാടി, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്തിന്റെ വിലയായി ഭൂമിയിൽ നിന്ന് ജാതികളെ, ഗോത്രങ്ങളെ, വംശങ്ങളെ, ഭാഷകളെ വിലയ്ക്ക് വാങ്ങി. നിന്റെ പിതാവായ ദൈവത്തിന് വേണ്ടിയാണ് അവരെ നീ വാങ്ങിയത്. അവര് ഭൂമിയിൽ വാഴുന്നു എന്ന ഒരു പുതിയ പാട്ട് അവർ പാടാൻ തുടങ്ങി. സ്തോത്രം. അപ്പോൾ ആര് മുഖാന്തരമാണ് ഇത് തിരിച്ചറിഞ്ഞത്? സഭ മുഖാന്തരം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. ഇപ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. ആർക്കൊക്കെ? മനുഷ്യർക്ക്. ഉദ്ദേശം നമ്മൾ കണ്ടു. 2, വിശുദ്ധ ദൂതന്മാർക്ക്. ഉദ്ദേശവും അതിൻ്റെ ഫലങ്ങളും നമ്മൾ കണ്ടു. 3, ദൈവം തൻ്റെ ഈ വിധമായ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയ കൂട്ടരാണ് fallen angels, വീണുപോയ ദൂതന്മാർ, അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ അധിപതികൾ, അല്ലെങ്കിൽ നരകശക്തികൾ, അല്ലെങ്കിൽ സാത്താന്യ ശക്തികൾ, അധോലോക ശക്തികൾ. മുംബൈയിലെ അധോലോകമല്ല,
സ്തോത്രം. അധോലോക ശക്തികൾ. എന്തിനാ ദൈവം അവയ്ക്ക് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയത്? That also just for his glory. സ്തോത്രം. അതും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം. സ്തോത്രം. തന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം. Praise God. എഫേസ്യർ 1:12 Ephesians 1:12. ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. For the praise of his glory. For the appreciation of his glory. ദൈവത്തിന്റെ മഹത്വത്തിനായി. അതെ, സാത്താന്യ ലോകത്തിന്മേലും ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഇത്രയേറെ കാലങ്ങൾ സാത്താന്യ ശക്തികൾ നശിപ്പിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചത് ഈ മഹത്വമുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളെയാണെന്ന് നരകത്തിൽ കിടക്കുന്ന നിത്യകാലം മുഴുവനും ഇവറ്റകൾക്ക് ബോധ്യം വരേണ്ടതിന്, സ്തോത്രം, ഒരുപക്ഷെ ഈ പൈശാചിക ശക്തികളും നരകത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, സ്തോത്രം, ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. നരകത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. കാരണം ദൈവം സഭ മുഖാന്തരം അധോലോക ശക്തികൾക്കും തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. How great is our God. How unique is he. How manifold is his wisdom. How incomparable is his majesty. How deep is his love. How broad is his wisdom and mercy. സാത്താനും അവന്റെ കൂട്ടരും മില്ലേനിയംസ് ടുഗെദർ, സഹസ്രാബ്ദങ്ങൾ ഒരുമിച്ച് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈ ദൈവത്തിന്റെ മഹത്വത്തെ അല്പം പോലും സ്വാധീനിക്കുവാൻ, ദൈവപദ്ധതിയെ അല്പമെങ്കിലും ഉടച്ചു കളവാൻ കഴിഞ്ഞില്ല എന്ന് അവയും നിഷേധിക്കാൻ കഴിയാത്തതുപോലെ മനസ്സിലാക്കും. Even the powers of darkness will acknowledge undeniably that God is unbeatable. They could not conquer him. Millenniums together they worked against God, but they could not influence God's nature, God's glory, his purposes. നരകത്തിൽ കിടന്നുകൊണ്ടും സാത്താനും അവന്റെ കൂട്ടരും
എല്ലായ്പ്പോഴും റിയലൈസ് ചെയ്യുന്ന, തിരിച്ചറിയുന്ന ഒരു സത്യമാണ്. ദൈവം അജയ്യനാണ്. ദൈവത്തെ പിടിച്ചടക്കാൻ സാത്താനും കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. സഹസ്രാബ്ദങ്ങൾ ഒരുമിച്ച് ദൈവത്തിനെതിരായിട്ട് അവർ പോരാടിയിട്ടും അവർ പൂർണ്ണമായും പരാജയപ്പെട്ടതല്ലാതെ ദൈവത്തിൻ്റെ യാതൊരു പദ്ധതികൾക്കും ലേശവും കോട്ടം ഭവിച്ചില്ല. സ്തോത്രം. അതുകൊണ്ട് സാത്താനും കൂട്ടരും, മനുഷ്യരുൾപ്പെടെ, സാത്താന്റെ കൂട്ടരായ മനുഷ്യരുൾപ്പെടെ നിത്യ നരകത്തിൽ നിത്യദണ്ഡനം അനുഭവിക്കുമ്പോഴും അവരൊരു പക്ഷേ ഈ വിധ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ആയിരിക്കും ഏറെ സാധ്യത. പക്ഷെ അതുകൊണ്ട് അവയ്ക്ക് പ്രയോജനമൊന്നുമില്ല. എന്നാൽ ഇന്ന് ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തന്നു. നമുക്കവനെ ആരാധിപ്പാൻ, അനുസരിപ്പാൻ, നമ്മെ തന്നെ ആ ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുപ്പാൻ ഭാഗ്യം ലഭിച്ചു. നമ്മുടെ ശാരീരിക ഭൗതിക ജീവിതത്തിൽ പല പരിമിതികളുണ്ടെങ്കിലും അവയ്ക്ക് അതീതമായി ഈ ദൈവത്തെ അറിയാൻ, അനുസരിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. സ്തോത്രം. അതുകൊണ്ട് നാം ഇന്ന് ഈ ദൈവത്തെ നമസ്കരിക്കുന്നു. ഇന്ന് നാം ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിത്യതയിലും നമുക്ക് നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ പ്രകീർത്തിപ്പാൻ ഇടയുണ്ട്. സ്തോത്രം. അതാണ് നമ്മൾ കണ്ട എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ അർത്ഥം. ദൈവം പണ്ട്, പണ്ട് ദൈവം തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം. വേഗത കൂടിപ്പോയി എന്ന് പറഞ്ഞത് കൊണ്ട് അല്പം ഒന്ന് റിവേഴ്സ് ചെയ്ത് നമ്മൾ ഒന്ന് നോക്കിയതാണ്. ഇതിൽ പല കാര്യങ്ങളും നേരത്തെയും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? പ്രൈസ് ഗോഡ്. ഇല്ല എങ്കിൽ ഈ ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ച് കർത്താവിനോടുകൂടെയുള്ള നിത്യതയെ പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമായ വെളിപ്പാടിനനുസരിച്ച് നമ്മുടെ ദൈവത്തിന് യോഗ്യമായ മഹത്വം അർപ്പിച്ച് മുൻപോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.